സരസ്വതി നമ്മൾ തിരിഞ്ഞു പറഞ്ഞാല് ഇത് കൈബം കാണാതായി. അപ്പൊ അന്നത്തെ നബിമാര് പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബി മറ്റുള്ള എത്ര നബിമാരുണ്ടായി ഈ ലോകത്തിന്റെ ഇടയ്ക്ക്? എത്ര നബിമാരുണ്ടായി? ഈസാ നബി ഒക്കെ ഇറങ്ങി ചേർന്ന ഈസാ നബി ഉണ്ടായിക്കണില്ല, ഇബ്രാഹിം നബി ഉണ്ടായിക്കണില്ല, എത്ര നബിമാരുണ്ടായിക്കണ്. അപ്പൊ അതൊക്കെ അള്ളാഹു ഓരോ ഇബ്ലീസിനെ പഠിക്കാൻ എല്ലാം ചെയ്തിട്ടാണ് ലാസ്റ്റ് തിരിഞ്ഞാട് ഞാൻ തീ കൊണ്ട് പഠിച്ച മണ്ണുകൊണ്ട് പഠിച്ചോളൂ ഇതൊക്കെ. ആ തീനെ കെടുത്താനുള്ള കഴിവ് മണ്ണിനുണ്ട്. തീനെ മണ്ണോണ്ട് എറിഞ്ഞാൽ കെടൂലേ? തീനെ കെടുത്താൻ മണ്ണോണ്ട് കഴിവുണ്ട്. അതാർക്കും അറിയാലോ. തീനെ കെടുത്താനേ മണ്ണോണ്ട് എറിഞ്ഞാൽ കെടൂലേ? അല്ല, പലതുകൊണ്ട് ഒന്നും തേഞ്ഞവനായിട്ടായിരുന്നു അള്ളാഹു ഈ ലോകവും പരലോകം. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, അള്ളാഹ്ക്ക് എല്ലാവരും നന്നാക്കി പഠിച്ചാൽ പോലെ ഇതൊക്കെ പറയാം നമ്മള്. അപ്പൊ അതേനെ പറഞ്ഞ് എല്ലാവരും നന്നാക്കി പഠിച്ചാൽ പോലെ അറിയാം. നമ്മള് ഉദാഹരണം പറയുകയാണ്, നമ്മൾ തേഞ്ഞവരായിട്ടല്ല. അപ്പൊ ഓരോന്നും ഓരോ അള്ളാഹു കണക്കാക്കി നടക്കും. നല്ലോണമൊക്കെ ഇപ്പൊ അമേരിക്ക എന്ന് പറയും, മറ്റേ ഇന്നിപ്പോ പലതൊക്കെ നോക്കുമ്പോ ലോകത്ത് ഏറ്റവും മികച്ച് നിൽക്കുന്ന സ്ഥലം ഇന്ത്യയാണ്. ഇന്ത്യ നമ്പർ 1. ഒന്നായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക അഖണ്ഡ ഭാരതമാണ്. ഇന്ത്യനെയാണ് അന്ന് ഒരു ഭരിച്ചിരുന്നു, മറ്റുള്ള ചെയ്തിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിട്ടുമില്ല. പിന്നെങ്ങനെ പലതും നടക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടും പല ഭാഷയുള്ളത് ലോകത്തിന് ഇന്ത്യ മാത്രമേ പല ഭാഷയുള്ളത്. അല്ലേ? എത്ര ഭാഷയുണ്ട്? പാകിസ്ഥാൻ ഒന്നായിട്ട് എന്നിരുന്ന കാലത്താണ് 80% സ്ഥലത്തിന്റെ പേര് മുസ്ലിം പേരാണ്. താജ്മഹൽ ആർക്കും വേണ്ടി ഉണ്ടാക്കി അന്നത്തെ കാലത്ത്? പിന്നെ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ